നമ്മുടെ ശബരിമല സീസൺ ആരംഭിച്ചിട്ട് 33 ദിവസം പിന്നിടുകയാണ്. ആദ്യത്തെ 1-2 ദിവസങ്ങളിലെ ചെറിയ അലോസരങ്ങൾ ഒഴിച്ചാൽ കഴിഞ്ഞ ഒരു മാസം നല്ല ദർശനം കിട്ടിയ ആളുകൾ ഭക്തന്മാർ തിരിച്ചു പോകുന്ന നല്ലൊരു സീസണായിട്ടാണ് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അധികം ക്യൂ നിൽക്കാതെ ആളുകൾക്ക് കാണാനും ദർശനം നടത്താനും ഒക്കെ സാധിക്കുന്നു. ഇന്നിപ്പോൾ ഞാനിവിടെ വന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടു, ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്തി. പ്രധാനമായിട്ട് അറിയിക്കാനുള്ള ഒരു ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ ചില പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള മീറ്റിങ്ങിൽ അത് ചർച്ച ചെയ്തതാണ്. നമുക്കിവിടെ അക്കോമഡേഷനിൽ കുറച്ച് മുറികളേ ഉള്ളൂ അക്കോമഡേഷൻ കിട്ടുന്നത്. ഓൺലൈനിലും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഈ 2 തരത്തിലുമുള്ള ഈ ബുക്കിങ്ങിൽ അഡ്വാൻസ് കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്ന പൈസ പലർക്കും തിരിച്ചു കിട്ടുന്നില്ല എന്ന് വ്യാപകമായ പരാതിയുണ്ട്. ഓൺലൈനിൽ തിരിച്ചു കിട്ടാത്തതിന് നമുക്ക് ആ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ചെയ്തിട്ട് സാധാരണയുള്ള ചെയ്യുന്നത് പോലെ അപ്പം തന്നെ ആ ബാങ്കിലേക്ക് പൈസ തിരിച്ചു പോകാനുള്ള ഏർപ്പാടാക്കാം. പക്ഷേ നമ്മൾ അല്ലാതെ കൊടുക്കുന്ന ഓഫ്ലൈനിൽ കൊടുക്കുന്ന മുറികളുടെയും ഡെപ്പോസിറ്റ് പലപ്പോഴും തിരിച്ചു കിട്ടുന്നില്ല എന്ന് എനിക്ക് തന്നെ ഒരുപാട് പരാതികൾ കിട്ടിയത് ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവരെ റീഫണ്ട് കൊടുക്കാൻ എഴുതി വിടുന്നു, കൊടുത്തയക്കുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കൗണ്ടറിൽ വലിയ ക്യൂ ആണ്, പുതിയ ബുക്കിങ്ങിൻ്റെ ആളുകളുടെ ക്യൂ ആണ്. പലപ്പോഴും അയ്യപ്പന്മാർ തിരിച്ചു പോകാനുള്ളൊരു തിരക്കിൽ ആ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ 400 രൂപ കളഞ്ഞിട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അത് വളരെ ദുഷ്പേര് നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അക്കോമഡേഷന് പൈസ കൊടുത്താൽ റീഫണ്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു വ്യാപകമായ പരാതി ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത് ചർച്ച ചെയ്തപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തത്, മനഃപൂർവ്വമല്ലായിരിക്കാം തിരിച്ചു കൊടുക്കാതിരിക്കുന്നത്, അവിടെ തള്ളു കാരണം അവർക്ക് കാണാൻ സാധിക്കും. അത് കാരണം റീഫണ്ടിന് വേണ്ടി പ്രത്യേക ഒരു കൗണ്ടർ ഇന്ന് തൊട്ടത് പ്രവർത്തനം ആരംഭിക്കും. അക്കോമഡേഷൻ്റെ നിങ്ങൾ കൊടുത്ത ഡെപ്പോസിറ്റ് റീഫണ്ടിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ഫോർ റീഫണ്ട് ഒരു കൗണ്ടർ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മളെടുത്ത ഏറ്റവും വലിയൊരു തീരുമാനം. ബാക്കി വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ അന്നദാനമാണ് നമ്മുടെ ഒരു പ്രധാന വിഷയം. ഇപ്പോൾ അന്നദാനം പിന്നെ കേരളീയമായ ഭക്ഷണം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു, ഇതോട് തീരുമാനിച്ചു. പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ട്. ഏതായാലും ഇന്ന് ഞാൻ തന്നെ അന്നദാന മണ്ഡപത്തിൽ പോയി അവിടെ കിച്ചണൊക്കെ കയറി കണ്ടു. അവിടെ ആവശ്യത്തിനുള്ള സാമഗ്രികളൊക്കെ ഉണ്ട്. ഉദ്യോഗസ്ഥന്മാരത് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നിയമപ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ടറുമായിട്ടൊക്കെയുള്ള ചില റേറ്റിൻ്റെ പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നാളത്തെ ഒരു തീരുമാനം കൂടി ആയിക്കഴിഞ്ഞാൽ 21-ാം തീയതി എങ്കിലും നമ്മുടെ ചോറ് കൊടുക്കുമെന്നാണ് ഇന്നത്തെ ഫൈനൽ തീരുമാനം. എല്ലാ ദിവസവും ഇല്ല, 1-2 ദിവസങ്ങളിലേ ഉള്ളൂ. എന്നാലും 21-ാം തീയതി ആരംഭിക്കാം. മണ്ഡലപൂജയ്ക്ക് മുമ്പ് തന്നെ അത് ആരംഭിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാം 26-നേ വരുള്ളൂ മണ്ഡലപൂജയുടെ തയ്യാറെടുപ്പിനായിട്ട്. പിന്നെ മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള റിവ്യൂ അത് നടത്താനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയും 26-ന് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മകരവിളക്കിന് ചില പ്രത്യേക പ്രശ്നങ്ങളാണല്ലോ. ആളുകളും ഇങ്ങനെ കുടിൽ കെട്ടി പർണശാല കെട്ടി താമസിക്കുക, കാട്ടിൽ താമസിക്കുക, മകരവിളക്ക് കാണാൻ വേണ്ടി അപകടകരമായ സ്ഥലങ്ങളിൽ ക്യാമ്പടിക്കുക, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ 26-ാം തീയതി റിവ്യൂ മീറ്റിങ്ങിന് ഞങ്ങളെല്ലാം വീണ്ടും വരുന്നുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. 26-ാം തീയതി ഇവിടെ നിന്ന് പുറപ്പെടും. കൂടിയിട്ടുണ്ട്. അത് കുറച്ച് നിയന്ത്രിക്കണം എന്നൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ സ്പോട്ട് ബുക്കിംഗ് എല്ലാം കുറവാണ് എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് കാനനപ്പാതയിലും അതുപോലെ തന്നെ നമ്മുടെ സത്രം വഴിയുമുള്ള ആളുകൾ എണ്ണം കൂടുന്നത്. അത്രയും കൂടാൻ പാടില്ല, കാരണം അത് അത്രയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അത് കുറച്ച് നിയന്ത്രിക്കണമെന്ന് പോലീസുകാരുമായിട്ടൊരു ധാരണ, പോലീസ് ഓഫീസറുടെ ധാരണ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാനനപ്പാതയിൽ പാസ് കൊടുക്കുക തുടങ്ങിയ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. നമ്മൾ സ്പോട്ട് ബുക്കിംഗ് കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ എന്നൊരു ആവശ്യമുണ്ട്. അത് ഫോറസ്റ്റുകാരുമായിട്ട് സംസാരിക്കണം. കൊടുക്കാമെന്നാണെന്ന് എരുമേലിയുള്ള മീറ്റിംഗ് നമ്മൾ തീരുമാനിച്ചപ്പോൾ കൊടുക്കാം. അവരുടെ വിതരണത്തിന് ചെറിയ നിയന്ത്രണം ഇപ്പോൾ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ യാതൊരു നിയന്ത്രണമില്ലാതെ കൊടുത്തുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഇത്തിരി തെറ്റുപറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 40-ഉം 60-ഉം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയ, കാരണം 10-ന്റെ പാക്കറ്റ് ആയതുകൊണ്ട് സൗകര്യം കൊണ്ട് ആളുകൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി, നമ്മളും അത് കൊടുത്തു. പക്ഷേ കരുതൽ ശേഖരം കുറഞ്ഞുകൊണ്ട് വരുന്നു. നമ്മുടെ ഉൽപ്പാദനം 3 ലക്ഷത്തിൽ കൂടുന്നില്ല. ഒരു ദിവസം 4 ലക്ഷമാണ് വിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 1 ലക്ഷം വെച്ച് നമ്മുടെ കരുതൽ ശേഖരം കുറയും. ആ ഒരു സാഹചര്യത്തിലാണ് 20 അരവണയായിട്ട് നിർത്താം എന്ന് ഒരു ധാരണ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ മണ്ഡലപൂജ വരെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്രൈസിസ് ഇല്ലാതെ പോകും. അതല്ല, അനിയന്ത്രിതമായി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ നമുക്ക് നിരാശരാക്കേണ്ടി വരും. ഉൽപ്പാദനം ഇതിൽ കൂടുതൽ കൂട്ടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. എന്നിട്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട്
3 ലക്ഷം പെർ ഡേ ഉണ്ടാക്കുന്നുണ്ട്, 1 ലക്ഷം കരുതൽ ശേഖരത്തിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ടും ഈ നിയന്ത്രണമൊക്കെ വന്നിട്ട് പോലും 3.5 ലക്ഷം രൂപ ആണ് അരവണ ഡെയിലി വിൽക്കുന്നത്. 4.5. ബോക്സ് വിതരണമാണ് ഒരു പ്രലോഭനം ആളുകൾക്ക്. 10ൻ്റെ ബോക്സ് ആയതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് ബോക്സ് നമ്മൾ ഇത്തിരി നിരുത്സാഹപ്പെടുത്തുകയാണ്. ഈ നിയന്ത്രണം വന്ന സാഹചര്യത്തിൽ ബോക്സ് ഇത്തിരി നിരുത്സാഹപ്പെടുത്തിയിട്ട് 10 കൊടുക്കുക എന്നുള്ള ലെവലിലാണ് വന്നിരിക്കുന്നത്. ഇത് പിന്നെ ഡിമാൻഡ് വളരെ വർദ്ധിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വന്നത്. ഇപ്പോൾ 20 അരവണ എന്ന് പറയുന്ന ഒരു ചെറിയ എണ്ണമല്ലല്ലോ. അത് നമ്മൾ അങ്ങനെ ഒരു റേഷനിങ് ഒന്നുമല്ല. 20 വാങ്ങിച്ചാൽ പിന്നെ എന്ന് വെച്ചാൽ ആൾ രണ്ടാമതും കൂടെ ഒക്കെ ഒന്ന് വാങ്ങിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. എന്തിനൊരു ചെറിയൊരു ക്രമീകരണം ഇല്ല എങ്കിൽ നമുക്ക് മണ്ഡലപൂജയുടെ സമയത്ത് ചെറിയൊരു ഇല്ലായ്മ വന്നേക്കാം. ഏതായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ 20 പ്രാവർത്തികമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ആശങ്കകളൊന്നുമില്ല. മണ്ഡലപൂജയോടനുബന്ധിച്ച് 26-27 തീയതികളിൽ ഭക്തർക്ക് നിയന്ത്രണമുണ്ട്. സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഭക്തർക്ക് വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ളൊരു സാധ്യതയില്ല. കാരണം ആ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർ ഇല്ല. അതിപ്പോൾ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സന്ദർഭം അനുസരിച്ചിട്ട് ചില റിലാക്സേഷൻസ് ഒക്കെ നടത്തും. നമ്മളിപ്പോൾ ആദ്യമേ പറയുന്നില്ല, അന്നത്തെ സ്ഥിതി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ. ഇപ്പോൾ മാറ്റമില്ല, പക്ഷേ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം ആലോചിച്ചിട്ട് ആവശ്യം. കോടതി അങ്ങനെ നിരോധിച്ചിട്ടൊന്നുമില്ല. ഒരു ചെറിയ നിയന്ത്രണമുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെറിയ മാറ്റങ്ങൾ വരുന്നതിൽ തെറ്റൊന്നുമില്ല. ആളുകളെ ഇവിടെ കയറാതിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ താല്പര്യം. വരുന്നവരെല്ലാവരും വരട്ടെ എന്ന് തന്നെയാണ്, പക്ഷേ ക്രമീകരിച്ച് വിടുക എന്നുള്ളതേ ഉള്ളൂ. അത് കുഴപ്പമുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഓൾട്ടർനേറ്റ് ഡേയ്സേ പറ്റുള്ളൂ. ഒരു ദിവസം 2 കൂടെ കൊടുക്കാനുള്ള സാഹചര്യം നമുക്കില്ല. ഇന്ന് പുലാവാണെങ്കിൽ നാളെ സദ്യ, മറ്റന്നാൾ പുലാവ് എന്നുള്ള പാത്രം കിട്ടിക്കഴിഞ്ഞില്ല. നമുക്ക് 1500 പാത്രം വന്നിട്ടുണ്ട്. അതിൻ്റെ വഴിക്ക് പൊക്കോളും. അതിനിപ്പം കേസ് വരുമല്ലോ. കേസ് വരുന്നതിന് മുമ്പത്തേക്ക് മറുപടി കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ ആക്കിയിട്ടുണ്ട്. സാറേ, ഇപ്പോഴേ 1 മാസമായി തീർത്ഥാടനം തുടങ്ങിയിട്ട് വരുമാനത്തെ സംബന്ധിച്ച് വളരെ കൂടുതലാണല്ലോ വരുമാനം. കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ കൂടുതലല്ലേ? എത്രയാണെന്നൊന്ന് അറിയാൻ അറിയിക്കുന്നില്ലേ? അറിയിക്കാം. വരുമാനം പ്രായണ കൂടുതലാണ്, കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ കൂടുതലാണ്. ഭക്തരുടെ വരവും വർദ്ധിച്ചിട്ടുണ്ട്. അത് വാസ്തവത്തിൽ അത് അവിടെ നമ്മൾ കുറച്ച് ഇവിടെ ബോർഡ് വെച്ചിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലാണത് പ്രചരണം കൊടുക്കേണ്ടത്. ഈ വർഷം നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആരോഗ്യമില്ലാത്തവരതിലെ വരരുത്, പ്രായാധിക്യമുള്ളവർ വരരുത്, അറിയാതെയാണ് വന്ന് ചാടുന്നത് കേട്ടോ. നമുക്ക് അവിടെ കുറച്ച് നിയന്ത്രണങ്ങൾ വരുത്താം. എന്തോ അന്നദാന മണ്ഡപത്തിന് സമീപത്തുള്ള ഒരു ഫ്രീ ടോയ്ലറ്റുകളുണ്ടല്ലോ, ആ ടോയ്ലറ്റുകൾ പലതും പൊട്ടി ഒലിച്ച് കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നതായിട്ടൊരു വ്യാപക പരാതിയുണ്ട്. ഇപ്പം ഞാനത് റിവ്യൂ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ടോയ്ലറ്റുകളെല്ലാം വളരെ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് പരിഹരിക്കും. ഞാനത് റിവ്യൂ ചെയ്ത് പ്രത്യേകിച്ച്. ഓരോ വർഷം കഴിയുന്തോറും അരവണയുടെ വിതരണം കൂടിക്കൂടി വരിക. ഈ പ്ലാന്റ് കൊണ്ട് പോകത്തില്ലെങ്കിൽ അടുത്ത തവണ ഈ നമ്മുടെ മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ പെടുത്തിക്കൊണ്ടുള്ള തീർച്ചയായും ഒരു പ്ലാൻ ഉണ്ട്. അതിപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തായിരുന്നു. കാരണം ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫില്ലിംഗ് പ്ലാന്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ നല്ല മെഷീനറിയാണ്. ആ മെഷീനറി ഒന്നും ഉപേക്ഷിക്കാതെ തന്നെ മാസ്റ്റർ പ്ലാനിൽ നമുക്ക് വേറൊരു വലിയ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി 4-5 ലക്ഷം അരവണ ഉണ്ടാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്നും കൂടെ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഇതിൻ്റെ വിതരണം ഇപ്പോൾ പമ്പയിലൊക്കെ നടക്കുന്നില്ലേ, എന്തുകൊണ്ട് നിലയ്ക്കലിൽ കുറച്ചും കൂടെ വ്യാപകമായിട്ട് ഈ അരവണ തന്നെ അവിടെ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത് കൊടുക്കുന്നതിനെ പറ്റിയും ചിന്തിക്കുന്നേ ഉള്ളൂ. അത് അവിടെ വലിയൊരു ഈ വിതരണ കേന്ദ്രം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ആളുകൾക്ക് ചുമന്നുകൊണ്ട് പോകേണ്ട കാര്യമില്ല. വണ്ടിയിൽ പോകുന്നവർ അവിടെ നിന്ന് വാങ്ങിച്ചു ഇവിടുന്നുള്ള സാധനം തന്നെ, നമ്മൾ ഉണ്ടാക്കിയ സാധനം തന്നെ അവിടെ കൊണ്ടുപോയി ഗോഡൗണിൽ സ്റ്റോക്ക് ചെയ്ത് കുറച്ചുകൂടെ നല്ല കേന്ദ്രത്തിൽ കൊടുക്കാമെങ്കിൽ ഈ ഇഷ്ടം പോലെ വിൽക്കാനും പറ്റും, നമുക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കും. അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് തീർച്ചയായും. പിന്നെ എല്ലാവർക്കും ഇവിടെ നിന്നുള്ള അരവണ അല്ല, ഇത് തന്നെ അവിടെ ഉണ്ടാക്കാനല്ല പറയുന്നില്ല, അവിടെ ഉണ്ടാക്കാനല്ല പറയുന്നത്. ഇതേ സാധനം തന്നെ അവിടെ നല്ല രീതിയിൽ കൊണ്ടുവച്ചാൽ മതി. അത് ചിന്തിക്കുകയാണ്. ഏതായാലും പുതിയൊരു പ്ലാന്റിനെ പറ്റി മാസ്റ്റർ പ്ലാൻ പറയുന്നുണ്ട്. മെയിൻ മാസ്റ്റർ പ്ലാന്റെ പതികൾ ഈ തന്ത്രിമഠം അടക്കമുള്ള സ്കീമിലാണ് ഇത് വരുന്നത്. ഇതിപ്പോ ഈ വർഷം അത് പകുതിയെങ്കിലും ആകേണ്ടതാണ് വർക്കുകൾ. പക്ഷേ നാളെ 18-ാം തീയതി നാളെ ഞാനൊരു പ്രത്യേക മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. ഞാനെന്ന് പറഞ്ഞാൽ ബോർഡ്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ബോർഡ് വിളിച്ചിരിക്കുന്നത് മാസ്റ്റർ പ്ലാൻ കമ്മിറ്റി ചെയർമാനോട് വരണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. ബാക്കി അംഗങ്ങളെയും ടെക്നിക്കൽ അംഗങ്ങളെയും ഒക്കെ വിളിച്ചിരിക്കുകയാണ്.
എന്തിനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബോർഡ് അംഗങ്ങളെല്ലാം പുതിയതാണല്ലോ. ഞാൻ പണ്ട് മാസ്റ്റർ പ്ലാൻ്റെ ചെയർമാൻ ആയിരുന്നെങ്കിലും കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞാൻ സജീവമല്ല, മെമ്പറാണെങ്കിലും. അപ്പോൾ എന്തൊക്കെയാണ് മാസ്റ്റർ പ്ലാൻ വിഭാവന ചെയ്തിരിക്കുന്നത്, അവർ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്ന പ്രോജക്ട്സൊക്കെ എന്താണ്, അതിനകത്ത് ഈ വർഷം അതായത് 2026-27 വർഷത്തിൽ അന്നത്തെ 26-27 തീർത്ഥാടന കാലം നന്നാക്കാൻ വേണ്ടിയും ബുദ്ധിമുട്ടില്ലാതാക്കാൻ വേണ്ടിയും എന്തെല്ലാം പ്രോജക്റ്റുകളാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. വലിയ വലിയ പ്രോജക്റ്റുകളുണ്ട്, അതൊന്നും ചിലപ്പോൾ പെട്ടെന്ന് നടന്നു വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ നമ്മുടെ പമ്പയിൽ എന്താണ് അതിന് പറയുക, യു-ടേണിൻ്റെ അവിടെ നിന്ന് പാലം കെട്ടി, അതൊന്നും ഇപ്പോൾ ഉടനെ നടക്കുന്ന കാര്യമല്ല. നടക്കുന്നതാണ് നല്ലത്. പക്ഷേ അടുത്ത വർഷം പ്രാബല്യത്തിൽ വരുന്ന പ്രോജക്റ്റുകളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ഞാൻ നാളെ ഒരു മീറ്റിംഗ് ഞങ്ങൾ വച്ചിരിക്കുകയാണ്. ആ മീറ്റിംഗ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വർഷത്തെ തീർത്ഥാടനത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അരവണ പ്ലാന്റ് മാറ്റണ്ടേ, അതുപോലെ ഈ തന്ത്രിയും എക്സിക്യൂട്ടീവ് ഓഫീസറും മേൽശാന്തിയും ഒക്കെ അവിടെ തന്നെ താമസിക്കുന്ന രീതി മാറ്റണം. മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ട് അമ്പലം മാത്രമേ അവിടെ പാടുള്ളൂ. ഇത് മാറ്റാൻ പറ്റുമോ, നമുക്ക് അടുത്ത വർഷം കൊണ്ട് തീർക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള കുറേയേറെ പ്രോജക്റ്റുകൾ അടുത്ത വർഷത്തെ തീർത്ഥാടനത്തെ ഗുണകരമായി സ്വാധീനിക്കുന്ന പ്രോജക്റ്റുകളെ നമ്മളൊന്ന് മുൻഗണനാക്രമം നാളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പണം വേണം. മാസ്റ്റർ പ്ലാൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. നമ്മൾ പ്രയോറിറ്റി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇത് പലതരത്തിൽ നമ്മൾ പണം കണ്ടെത്താൻ യാതൊരു വിഷമവുമില്ല. ഒന്ന്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചില സ്കീമിൽ പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നല്ല ലീഡിംഗ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ CSR ഫണ്ടോ സ്പോൺസർഷിപ്പോ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ട പ്രോജക്റ്റുകൾ നടപ്പിലാക്കാനുള്ള സ്പോൺസർഷിപ്പ് ഡയറക്റ്റായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഈ വർഷം തന്നെ അവരുടെ ഒരു കർമ്മശേഷി കൊണ്ടും അവരുടെ ഒരു എക്സിക്യൂട്ടീവ് സ്കില്ലുള്ളത് കൊണ്ടും നമ്മളീ പറയുന്ന പദ്ധതികൾ മാസ്റ്റർ പ്ലാൻ്റെ ഡിസിപ്ലിനകത്ത് നിന്നുകൊണ്ട് ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 മാസം കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ പരീക്ഷണമാണ് നാളെ ഈ സീസൺ തീരുന്നതിന് മുമ്പ് തന്നെ അത് വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നമുക്ക് വേണ്ട പ്രോജക്റ്റുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക, നല്ല നല്ല സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുക. ഇടനിലക്കാരും വേറെ ഒരു ഏർപ്പാടുമില്ല, നേരിട്ട് സ്പോൺസറുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു. കോർപ്പറേറ്റ് സ്പോൺസേഴ്സ് MOU ഒപ്പിടുന്നു, അവർ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തെ സീസണിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നാളെ മീറ്റിംഗ് വച്ചിരിക്കും, നാളെ ദേവസ്വാസ്ഥാനത്ത് വച്ചിരിക്കും 11 മണിക്ക്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, നാളെ കമ്മിറ്റി കഴിഞ്ഞോട്ടെ. ഭസ്മക്കുളം തീർത്ഥാടകനാണ് എൻ്റെ ഫോക്കസ്. ഭസ്മക്കുളം അവിടെ ആയതുകൊണ്ട് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ആചാരപരമായി മാറ്റേണ്ടത് മറ്റൊരു കാര്യം. അതിനെപ്പറ്റി ഞാനിപ്പോൾ ഒരു കമൻറ്റ് പറയുന്നില്ല. അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ, ഇല്ലേ? ഈ അരവണയുടെ കാര്യമായാലും ശരി, അക്കോമഡേഷൻ്റെ കാര്യമായാലും ശരി, ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മാസ്റ്റർ പ്ലാനിൻ്റെ പ്രയോജനം കിട്ടണം. ഇപ്പോൾ ഉദാഹരണത്തിന് കൊച്ചുദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിലയ്ക്കൽ നിന്ന് പുറപ്പെടുന്ന ആളുകൾ അവരെപ്പോൾ പമ്പയിലെത്തണം, പമ്പയിൽ എത്ര നേരം നിൽക്കേണ്ടി വരും, അവർ എത്ര നേരം നടക്കേണ്ടി വരും, എത്ര നേരം മരക്കൂട്ടത്ത് നിൽക്കേണ്ടി വരും, ഇതൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും GPS ഒക്കെ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് എത്ര സ്ഥലത്ത് ചെയ്തു ആകും. അങ്ങനെ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇവിടെ എന്തെല്ലാം സാങ്കേതികമായിട്ട് കാര്യങ്ങൾ വേണം. അങ്ങനെ നമുക്കൊരു വളരെ ശാസ്ത്രീയമായിട്ട് ഇതൊന്ന് പുനഃസംഘടിപ്പിക്കാമെങ്കിൽ ശബരിമലയിൽ വളരെ വലിയ മാറ്റമുണ്ടാകും. ഇപ്പോഴത്തെ പോലെ ക്രൂഡായിട്ട് നമുക്ക് വടം കെട്ടി പിടിച്ചു നിർത്തേണ്ട ഒരു കാര്യവുമില്ല. അത്തരത്തിലുള്ള ഒരു നവീകരണമാണ് ഞാൻ ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നതും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് നാളെ തുടങ്ങുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് നമ്മുടെ ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ മെസ്സിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പോലീസ് മെസ്സ് വളരെ ശോചനീയമാണ്. അവർക്കിപ്പോൾ പുതിയൊരു ബിൽഡിംഗ് അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ അത് തുറന്നു കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തെങ്കിലും എവിടെ പണിഞ്ഞുകൊണ്ടിരിക്കും? നമ്മുടെ അന്നദാന മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റ് അവരുടെ പണിയാണ്. എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അത് തുറന്നു കൊടുക്കാൻ അവർ തന്നെയല്ലേ ചെയ്യുന്നത്, പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനല്ലേ ചെയ്യുന്നത്. അതുപോലെ പിന്നെ ഇപ്പം AI കാലഘട്ടമാണ്. പക്ഷേ ഇവിടുത്തെ അക്കോമഡേഷനിൽ ഉദ്യോഗസ്ഥർ ഇല്ല കാഴ്ചവസ്തു കാണുന്ന പോലെ കമ്പ്യൂട്ടറിന് മുന്നിൽ നിൽക്കുന്നത് ഒരു 10 തീർത്ഥാടകർ വന്നാൽ അവരുടെ കൺട്രോൾ മൊത്തം പോകും. അന്നേരം ഈ സ്കില്ലുള്ള ആൾക്കാരെ നല്ല പുതിയ സംവിധാനത്തോടു കൂടി അത്രയും നേരം ക്യൂ നീളുകയാണ് അക്കോമഡേഷനിൽ. അക്കോമഡേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമുണ്ട്. അക്കോമഡേഷനിൽ മാത്രമല്ല, ഒരുപാടിടത്ത് മാറ്റങ്ങൾ ആവശ്യമുണ്ട്. സാങ്കേതിക പരിജ്ഞാനം നമ്മുടെ ഈ ഫെസ്റ്റിവലിൻ്റെ നടത്തിപ്പിൽ കുറച്ച് കൂടുതലായിട്ട് അടുത്ത വർഷം ഉണ്ടാകുമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. ടെക്നോളജിക്കൽ മാസ്റ്റർ പ്ലാൻ കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു ഫേമിനെ കൊണ്ട് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അക്കോമഡേഷനൊക്കെ നമുക്ക് ഭംഗിയായിട്ട് ആ കൂടെ 500 മുറിയുടെ കാര്യമേ ഉള്ളൂ. അത് ചെയ്യാൻ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് ഇത് മുഴുവൻ ഇത് ചെയ്യാമെങ്കിൽ
നമുക്ക് ഈ 500 മുറി കൊടുക്കുന്നതിന് വല്ല വിഷമമുണ്ടോ? വിഷമമില്ല, ചെയ്യാം. അത്തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള മികവ് കൂടി ശബരിമല ഫെസ്റ്റിവലിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഉണ്ടാകും. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ തന്നെ. ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും സന്തോഷകരമായിട്ട്.